പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് ഭീകര സംഘടന ലഷ്കർ-ഇ-തായിബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ. ഹാഫിസ് സയ്യിദിന്റെ ലാഹോറിലെ വീട്ടിൽ കമാൻഡോകളെ വിന്യസിച്ചു. സൈനിക നടപടികൾ ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അറബിക്കടലിൽ ഇന്ത്യ പാക് നാവികസേനകൾ മുഖാമുഖം നിൽക്കുകയാണ്. ഇത് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. അതേസമയം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ യോഗങ്ങളും കൂടിക്കാഴ്ചകളും തുടരുന്നു. NIA ഡയറക്ടർ ജനറൽ ഇന്ന് പെഹൽഗാമിലെത്തും. ഞങ്ങളുടെ പ്രതിനിധികൾ ബൽറാം നെടുങ്ങാടി, ഒപ്പം വിനീത VG, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഹാഫിസ് സയ്യിദ് നമുക്കറിയാം കൊടും തീവ്രവാദിയാണ്. മുംബൈ ഭീകരാക്രമണത്തിലടക്കം പങ്കുണ്ട് എന്ന പേര് കേട്ടയാളാണ്. അയാൾക്ക് വിട്ടുകിട്ടണമെന്നൊക്കെ ഇന്ത്യ നേരത്തെ തന്നെ കാലങ്ങളായി ആവശ്യപ്പെടുന്നതുമാണ്. ഇപ്പോൾ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ എന്തൊക്കെ നടപടികളിലേക്ക് പാകിസ്ഥാൻ കടന്നിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. അനുജ, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയും ഭീകരവാദവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നും ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്നില്ല എന്നും പാകിസ്ഥാൻ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഭീകരവാദികളുമായുള്ള ബന്ധം കൃത്യമായി തന്നെ വ്യക്തമാകുന്ന തരത്തിലുള്ള നടപടി പാക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഹാഫിസ് സയ്യിദ് രാജ്യാന്തര തലത്തിൽ തന്നെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ച ഭീകരനാണ്. ഇയാൾ ഇപ്പോൾ പാകിസ്ഥാന്റെ തടവിലാണ് സാങ്കേതികമായി എങ്കിൽ പോലും. ഇയാളുടെ വീട്ടിൽ തന്നെയാണ് ഇയാൾക്ക് തടവ് ഒരുക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ. ആ വീട്ടിലാണ്, ലാഹോറിലുള്ള ആ വീട്ടിലാണ് ഇപ്പോൾ സുരക്ഷ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും സുരക്ഷ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ മോശമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും കൂടാതെ പാകിസ്ഥാൻ ഏത് സമയവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഭയപ്പെടുകയും ചെയ്യുന്നതിന്റെ തുടർച്ചയായാണ് ഈ ഭീകരനും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇയാൾ മുംബൈ ഭീകരാക്രമണം അടക്കം ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങളിലും മുഖ്യ സൂത്രധാരൻ ഇയാളാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ പാകിസ്ഥാന് തന്നെ ഇന്ത്യ കൈമാറുകയാണ്. ഇയാളെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇനി ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യം വെച്ചുകൂടി ഉണ്ടായേക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ഇയാൾക്കുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇയാളെ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഹാഫിസ് സയ്യിദിനെ എന്നതടക്കമുള്ള സംശയങ്ങൾ, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. ലാഹോറിലെ വസതിയിൽ എന്തായാലും കമാൻഡോകളെ വിന്യസിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യ പാക് നാവികസേനകൾ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം അറബിക്കടലിൽ ഉണ്ടായിരിക്കുന്നു. ഗുജറാത്ത് തീരത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. രണ്ട് സൈന്യങ്ങളും അഭ്യാസ പ്രകടനം പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു മുഖാമുഖം നിൽക്കുന്ന അപൂർവ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ഇന്നലെ മുതൽ ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയാണ് നാവികാഭ്യാസ പ്രകടനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റേതാകട്ടെ മെയ് 2 വരെയാണ് അഭ്യാസ പ്രകടനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് രണ്ട് നാവികസേനകളുടെയും രണ്ട് രാജ്യങ്ങളുടെയും നാവികസേനകളുടെയും പടക്കപ്പലുകൾ ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 85 നോട്ടിക്കൽ മൈൽ വ്യത്യാസത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളുടെയും നാവികസേന യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും തെരച്ചിലും പുരോഗമിക്കുകയാണ്. ഇന്ന് ഇപ്പോഴും ഈ ബൈസരൻ വാലിയിൽ NIA സംഘം പരിശോധന നടത്തുന്നു. 3D മാപ്പിംഗ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ NIA സംഘം. പ്രധാനമായും അന്വേഷണത്തെ സഹായിക്കുന്ന തരത്തിൽ നിലവിൽ അവർ ചിത്രീകരിച്ച രംഗങ്ങൾ, ഈ പ്രദേശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, വനമേഖലയുടെ ദൃശ്യങ്ങൾ അടക്കമുള്ളവ സാക്ഷിമൊഴികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന AI ചിത്രങ്ങളുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു 3D മാപ്പിംഗ് നടപ്പാക്കുന്നത്. ഇത് അന്വേഷണത്തെയും സാക്ഷികളിൽ നിന്നും മൊഴിയെടുക്കുന്നതിനും സഹായകമാകുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നടപടി. ഇന്നലെ രാവിലെ ആരംഭിച്ച നടപടികൾ ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് NIA-യുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഭീകരർ അതിർത്തി വിട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് തൊട്ടു പിന്നിൽ തന്നെ ഇന്ത്യയുടെ ഏജൻസികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരവും വ്യക്തമാക്കുന്നത്. ഏതാണ്ട് ഈ പെഹൽഗാം മേഖലയിൽ നിന്നും 50 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ ഭീകരരെ തളച്ചിടാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഒരു വനമേഖലയുടെ പ്രത്യേകത, അത് കൊടും വനങ്ങൾ,
പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനമേഖലയായതുകൊണ്ട് തന്നെ ഒളിയിടങ്ങൾ ഇവർക്ക് ലഭിക്കാൻ എളുപ്പമാണ് എന്നതും ഒപ്പം മറ്റ് ആകാശമാർഗമുള്ള തെരച്ചിലും മറ്റും പ്രായോഗികമല്ല എന്നതുമാണ് ഈ ഭീകരരെ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ അവരെ പിടികൂടുന്നതിന് തടസ്സമായി മാറുന്നത്. എന്തായാലും ഈ ഭീകരരെ ജീവനോടെ തന്നെ പിടികൂടുക എന്ന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നത്. എങ്കിൽ പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിലെ പങ്ക് ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അനുജ, അതാണിപ്പോൾ ഇന്ത്യ പാക് സേനകൾ മുഖാമുഖം നിൽക്കുന്നു. പാകിസ്ഥാനിൽ ചില നടപടികൾ നടക്കുകയാണ്. ഹാഫിസ് സയ്യിദിന് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതടക്കം അവർ ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയായി തന്നെ വേണം ഇതിനെ കാണാൻ.